സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലാണ് നമ്മൾ ഓൾറെഡി 2 ദിവസമായിട്ട് നമ്മൾ ഓൾറെഡി ഗീവ് അവേയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ മച്ചാമാരെ, ഞാൻ കുറേ പേര് കമൻറ്റ് കണ്ടായിരുന്നു. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയുക, മൊബൈൽ ഡാറ്റ യൂസേഴ്സ് ഉണ്ട്, വൈഫൈ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട റൂൾസും ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞുതരാം മച്ചാമാരെ. ഓൾറെഡി നമുക്കറിയാം ഇന്നിപ്പം ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 മണി 2:30 ഉള്ളിൽ ഉറപ്പായിട്ട് മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ആവുമെന്നാണ് ഓൾറെഡി കൊനാമി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കൂടുതലും വരാൻ പോണ കാര്യങ്ങൾ. നാളെ ഏകദേശം വെച്ചാൽ ഒരു 2 മണിയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്രയും കൺഫേം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 4 മണിക്ക് ടൈം ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സെർവറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബിസി ആയിരിക്കും. കാരണം ഫ്രീ ട്രൈ ഉണ്ടാവും, എപ്പിക്ക്, പിന്നെ ഏതെങ്കിലും ലീഗ് വരുന്ന ഗ്രാഫിക്സിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമൊക്കെ എടുക്കും. കഴിഞ്ഞ കൊല്ലത്തെ പോലെ കുറച്ച് നേരമൊക്കെ എടുക്കും. അപ്പോൾ മച്ചാവർ ഓൾറെഡി ഗീവ് അവേയുടെ കാര്യം എന്താണെന്ന് തന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം മച്ചാവർ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മച്ചാവർ. ആ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് സെറ്റാക്കി തരിക, നമുക്ക് ഉറപ്പായിട്ട് പവറാക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് നമ്മൾ കുറച്ച് യൂസേഴ്സിന് ഈ ഒരു നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം ഏകദേശം ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു 2 GB ഉള്ളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് GB വേണ്ടി വരും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി 50 രൂപേൻ്റെ ഒരു റീചാർജ് ചെയ്യുന്ന ചെറിയൊരു ഗീവ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 പേർക്ക് ആക്കിയാലും അതായത് 50 രൂപേൻ്റെ അല്ല 25 രൂപയ്ക്ക് ഓൾറെഡി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം GB ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് ചെറിയ കാര്യങ്ങളുള്ളൂ മച്ചാവൻ. ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയും കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഈ കാണിക്കുന്ന റിയൽ സെഞ്ചു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുട്ബോളാണ്. ആ വഴി നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്പോൾ തന്നെ രാത്രിക്കുള്ളിൽ എന്തായാലും സെറ്റ് ആക്കി തരാം. അപ്പോൾ നാളെയാണ് മച്ചാവൻ ഞാൻ ഉച്ചയ്ക്കുള്ളിൽ എന്തായാലും ഗീവ് അവേ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റ വഴി സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ലൈവിൽ വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം ആർക്കൊക്കെ കിട്ടിയെന്ന്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ എന്താ പറയുക സെറ്റാക്കുക. എന്തായാലും കേസ് ഞാൻ കുറച്ച് നേരം നമ്മുടെ സിനാറ്റോബ്രോൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം, ഗീവ് അവേ സെറ്റാക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമൻറ്റ് പിക്കർ വഴി എടുത്ത് സെറ്റാക്കിയാലൊന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഗീവ് അവേ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഗീവ് ആണ്, നമുക്ക് ഇനിയും കൂട്ടിക്കൊണ്ട് വരാം. അപ്പോൾ വെച്ചാൽ മറ്റേ ഇന്ന് ഓൾറെഡി വരാൻ പോണ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാൻ പോണ കാര്യം, നമ്മുടെ കണക്ട് ലൈവ് അവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയതാണ്, ഈ കസേരയൊക്കെ സെറ്റാക്കി അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അവർ ആ ഒരു ലൈവിലൂടെ ആയിരിക്കും. ഞാൻ ഓൾറെഡി കഴിച്ച് ഇന്നലെ രാത്രി നമ്മളറിയാലോ, വന്നവർക്ക് അറിയാം ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പണി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവ് സ്റ്റോപ്പാക്കിയത്. നമ്മുടെ മച്ചാനൊക്കെ വന്നപ്പോഴത്തേനും ഷാഡോ ബ്രോ ഒക്കെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് ലൈവ് കട്ടായിപ്പോയി. അപ്പോൾ എന്താ പറയുക, ഇന്ന് എന്തായാലും നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ 8 മണിക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം മെയിൻ്റെനൻസ് ആയിരിക്കും, നമുക്ക് ഗെയിം തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അന്നേരം ലൈവ് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഗീവ് അവേനെ പറ്റിയൊക്കെ രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം മാറ്റങ്ങളോ ലൈവിൻ്റെ എന്തെങ്കിലും തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും നമുക്ക് ഏകദേശം ഒരു നാളെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം അറിയാൻ പറ്റും നമ്മുടെ 2026 പുതിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. കുറേ പേർക്കൊക്കെ ഫ്രീ ട്രയൽ എപ്പിക്ക് കിട്ടി, 100 കോയിന് കിട്ടി. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു വർഷമായിരുന്നു. കാരണം ഡെന്നിസ് ലോവിനെ കിട്ടി, നമ്മുടെ സുവാരസിനെ കിട്ടി. അപ്പം കുഴപ്പമില്ലാന്ന് വെച്ചാൽ എന്തൊക്കെയൊരു ഇതുണ്ട് സംഭവം. ഈ ഫുട്ബോൾ 2025 പോകുമ്പോൾ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഉറപ്പായിട്ട് ഒരു കൺഫർമേഷൻ ഉണ്ട്. കാരണം എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഫ്രീ ട്രൈ എന്തായാലും ഒരു റിവാർഡ് ഉണ്ടാവും. അത് കുറേ പേര് എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ യമാലാണോ, മെസ്സിയാണോ, ബ്രൂണോയാണോ, അല്ലെങ്കിൽ നമ്മുടെ അർണോൾഡാണോ, എന്തായാലും അവരിൽ ഒരു പാക്കിൽ ഒരാളുണ്ടാവും. മിക്കവാറും ഗൈസ് കൊനാമി അതുകൊണ്ട് ഒരു എപ്പിക്കൊക്കെ ആയിരിക്കും തരുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ് നിങ്ങൾ എങ്ങനെ പോയാലും എല്ലാവരും ഒരു ഇവർ പറയുന്ന ഈ ഫുട്ബോൾ പറയുന്ന ഐഫോൺ യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഒരു 3 GB അതിനിടയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 5 GB എങ്കിലും ഒഴിവാക്കി ഇടുക. കാരണം ഇനി അഥവാ നിങ്ങൾക്ക് സ്പേസ് ഇല്ലാണ്ടായി നിങ്ങൾ നെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൊബൈൽ ഡാറ്റ ഒക്കെ ആകുമ്പോൾ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെയും കയറ്റേണ്ട ഒരു അവസ്ഥ വരണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് സെറ്റാക്കി വെച്ചുവിടുക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീണ്ടും പറഞ്ഞത്. പിന്നെ വെച്ചാൽ ഓൾറെഡി ഇങ്ങനെ ഒരു സ്കോർ ബോർഡ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ് ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ഗ്രാഫിക്സ് കുറച്ചുകൂടി രീതിയിൽ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഗൈസ് ഇപ്രാവശ്യം ചെറിയ രീതിക്കുള്ള നെറ്റും പ്രശ്നങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഗൈസ് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെൽക്കം ടു ഈ ഫുട്ബോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മെസ്സി എല്ലാവർക്കും ഏകദേശം കിട്ടിയിട്ട് തന്നെയുണ്ട് നമ്മൾ ആ ഷോർട്ട് ടൈം പാക്ക്. അപ്പോൾ അതുപോലെ ഒരു യമാലിൻ്റെ പാക്കായിരിക്കും ഇപ്രാവശ്യം വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അതായത് ഓൾറെഡി നിങ്ങൾക്കറിയാം യമാൽ ഇപ്രാവശ്യം കുറച്ച് ബൂസ്റ്റിംഗ് ഉണ്ട്. കാരണം നമ്മളെല്ലാ പരസ്യവും കാര്യങ്ങളൊക്കെ യമാൽ ഇച്ചിരിയുടെ കൂടുതൽ കൊടുക്കുന്നുണ്ട് ഒരു അംബാസഡർ ഈ ഫുട്ബോളിൻ്റെ. അപ്പോൾ എന്തായാലും യമാലിൻ്റെ ഒരു പാക്ക് എന്തായാലും ഉണ്ടാവും. മെസ്സിയുടെ പാക്കും ചാൻസ് ഉണ്ട്, കാരണം മെസ്സി ഓൾറെഡി നല്ല രീതിക്ക് ഉണ്ടല്ലോ. സുവാരസ് എന്തായാലും നെയ്മറും ഇവർ 4 പേർ ഉറപ്പായിട്ട് കഴിച്ച് ഒരു 1500 പോയിന്റ് ഇങ്ങനെയുള്ള ഒരു പാക്ക് വരും. പിന്നെ ഡെയിലി ഗെയിമിൽ നമ്മുടെ റുമിയുടെ ഒക്കെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് കൺഫേം ആയിട്ടില്ല കേട്ടോ കഴിച്ച് റുമി ഉണ്ടോന്ന്. കാരണം ഇങ്ങനെ ഒരു ഫോട്ടോ എല്ലായിടത്തും പരക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ വിശ്വസിക്കാം. പിന്നെ മച്ചാമാരുടെ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫെർഗൂസൺ മാനേജറാണ് കൂടുതലും ചാൻസ് വരാനുള്ള ചാൻസ്. കാരണം മിക്കവാറും ലോങ് ബോൾ കൗണ്ടറൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു പാക്ക് ആവട്ടെ.
പിന്നെ അതുപോലെ ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര കോയിനും കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി കോയിൻ ക്യൂ ഒക്കെ സെറ്റ് ആക്കട്ടെ. ഓൺ ദ വേ ആണ് ഗൈസ്. നമ്മുടെ ഓണൊക്കെ വരാൻ പോകണം. ഓഫറും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാക്കാം. പിന്നെ ഗൈസ് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ട്രഷർ ലിങ്ക് ഇതൊരു ബിങ്കോ SOS ഒക്കെ പോലെയാണ്. അപ്പം ഇത് നമുക്കൊരു ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചാണ് ഗൈസ്. ഇങ്ങനെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഓൾറെഡി നമ്മളത് ഗൈസ് 1 vs 1 ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോണിന് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള സെറ്റപ്പൊക്കെയാണ്. കോയിൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. എത്ര കോയിനാണെന്ന് അറിയില്ല. ഫ്രീ ട്രൈ ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇതുപോലെ കാര്യങ്ങളെല്ലാം വരട്ടെ. നമ്മളെല്ലാവരും നല്ല രീതിക്കുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ ഓൾറെഡി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണ് മാസ്റ്റർ ലീഗിനെ പറ്റി, പ്ലെയർ എക്സ്ചേഞ്ചിനെ പറ്റി, GP കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ ഞാനിവിടെ സൈഡിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും നോക്കുക. അതുപോലെ തന്നെ ഡെന്നിസിലൂടെ കാർഡിൻ്റെ കാര്യം അതൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്ന് കൂടുതൽ ആ ലൈവിലൂടെ കാണാം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് ഞാൻ എന്തായാലും രാത്രി ഒരു ലൈവ് നമുക്ക് എന്തായാലും സെറ്റാക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ സെറ്റാക്കി നമുക്ക് പരമാവധി ഞാൻ എന്തെങ്കിലും കൂടുതൽ ഇനി വന്നു കഴിഞ്ഞാൽ വീഡിയോ വൈകുന്നേരത്തിനുള്ളിൽ ഇടാം. അല്ലെങ്കിൽ നമുക്ക് ലൈവ് സെറ്റാക്കി ഉറപ്പായിട്ട് ഉഷാറാക്കാം. നാളെ എന്തായാലും നമ്മൾ കൺഫേം ആയിട്ട് ലൈവ് ഉണ്ടാകും. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ വ്യാഴാഴ്ച എല്ലാ പ്രാവശ്യത്തെ പോലെ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ലൈവ് സ്റ്റാർട്ടാക്കും. എനിക്ക് തോന്നുന്നൊരു വലിയൊരു ലൈവ് ആയിരിക്കും നമ്മളും. കാരണം ഓൾറെഡി നാളെ ഒരു 11 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് 2 മണിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മെയിൻ്റെനൻസ് സ്റ്റോപ്പ് ആവുന്നു. മിക്കവാറും ഒരു 3 മണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു 4 മണി ഒക്കെ ആയപ്പോഴത്തേനാണ് തുറന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വെച്ചാൽ എന്തായാലും നമുക്ക് മൊബൈൽ ഡാറ്റ യൂസേഴ്സിനും വൈഫൈ യൂസേഴ്സിനും പിന്നെ സീനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഡാറ്റ യൂസേഴ്സിന് ഞാൻ എന്തായാലും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇതാവേണ്ടത് അവർക്ക് എന്തായാലും കിട്ടട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.